കുംഭമേളപ്പും എന്ന് പറഞ്ഞ പൊട്ടിയില്ലേ, അപ്പൊ നമ്മളത് വിടാൻ പാടില്ല, വിടരുത്. നമ്മുടെ എച്ച് മുസ്ലിം സോങ് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ പേര് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ കേട്ടോ പറയാൻ വന്നത്, ഞാനിന്ന് നമ്മുടെ ഈ ABC മലയാളത്തിലൊരു വീഡിയോ കണ്ട് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കോമഡി എന്ന് പറഞ്ഞാൽ പരക്കോമഡി ഓക്കെ അങ്ങനെ. അതായത് നമ്മുടെ എച്ച് മുസ്ലിം ആരിഫും പിന്നെ ഏതോ ഒരു പെണ്ണുമ്പോൾ ആരാന്നൊന്നും അറിയില്ല, ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ. പോയിന്റ് ഇതായിരുന്നു, മാപ്രകളുടെ ഇരട്ടത്താപ്പ്. മാപ്രകൾ ഇപ്പം എന്താ പുതിയ ഇരട്ടത്താപ്പ് എന്ന് അങ്ങനെ വെറുതെ അങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് റമദാനും കുംഭമേളയ്ക്കും ഇരട്ട നീതിയോ? പടച്ചോനെ, ഈ കുംഭമേളനെയും റമദാനെയും ഒക്കെ കമ്പയർ ചെയ്ത് തുടങ്ങിയോ നമ്മുടെ സംഘികൾ എന്നുള്ള തോന്നല എനിക്ക് ആദ്യം വന്നത്. എടാ, കുംഭമേള എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവമല്ലേ അല്ലേ? മഹാകുംഭമേളയാണ്. അതായത് 144 കൊല്ലങ്ങൾക്ക് ഇടയിൽ നടക്കുന്ന, അതായത് 12 വർഷത്ത് നടക്കുന്ന കുംഭമേളകൾ എല്ലാവരും കൂടെ കൂടി 12 വർഷം ഇൻറ്റു 12 വന്നിട്ട് 144 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളനെ നമ്മുടെ ഇച്ചിരി പോന്ന ഹജ്ജും ഒക്കെ ആയിട്ടാണ് നമ്മുടെ എച്ചിൽ മുസ്ലിമും നമ്മുടെ സംഘികളും കൂടെ താരതമ്യം ചെയ്ത് ഞാൻ തന്നെ ആലോചിച്ച്, നമ്മുടെ മഹാകുംഭമേള എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലേ? അതെ, നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം അങ്ങനെ പറയൂ, എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മൾ ഇച്ചിരി പോകുന്ന ഹജ്ജ് വെറും 25 ലക്ഷം വരുന്ന ആൾക്കാർ 50 ലക്ഷം അല്ല 50 കോടി വന്ന് 50 വേണ്ട, നിങ്ങൾ 100 എടുത്തോ, 100 കോടി ഇന്ത്യയിലോട്ട് ഒഴുകിയെത്തിയ കുംഭമേളയിന് 25 ലക്ഷം ആൾക്കാർ മാത്രം വന്ന് ഹജ്ജിനും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. എന്ത് പേർക്ക് പറ്റി? ഞാൻ അങ്ങനെ അതിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ എന്താണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ചിരിക്കാനേ നേരം കിട്ടിയുള്ളൂ. നിങ്ങളോട് കേക്ക്. ഇപ്പോൾ റമദാൻ മാസമാണ്, പുണ്യമാസമാണ് തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കുംഭമേളയ്ക്ക് എതിരെ വലിയ ചൊറി, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കണം. പക്ഷെ റമദാനെ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിനെ ഇരട്ടി ഒന്നിനെ പുകഴ്ത്തണം എന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ ഇരട്ടത്താപ്പ് വരും. റമദാന്റെ കാര്യം വരുമ്പോൾ ഒരു നീതി, കുംഭമേളയുടെ കാര്യം വരുമ്പോൾ വേറൊരു നീതി. എങ്ങനെ നോക്കിക്കാണും? അപ്പൊ ഇതാണ് ചേച്ചിയുടെ പ്രശ്നം. ഈ കുംഭമേള എന്ന് പറയുമ്പോൾ ചൊറി ആണോ അല്ലേ ബാക്കിയുള്ളവർക്ക്, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച്. കുംഭമേളനെ വെറും ചൊറിയായിക്കൊന്നും ചെറുതാക്കി കാണല്ല ചേച്ചി. നമ്മുടെ യോഗി സർക്കാരിൻ്റെ മഹാകുംഭമേള മഹാ അത്ഭുതം, എനിക്കൊന്ന് എട്ടാമത്തെ ലോക മഹാത്ഭുതമാക്കി കുംഭമേള മാറ്റണം എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കിട്ടുക കേട്ടോ, കുറേ സംഖ്യകൾ. അപ്പോൾ വെറും ചൊറിയായിട്ടൊന്നും ചെറുതാക്കരുത് നമ്മുടെ കുംഭമേളനെ. നിങ്ങൾ അങ്ങനെ തരം താവല്ലേ പ്ലീസ്, സ്വയം തരം താവാൻ നിൽക്കല്ലേ. നമുക്ക് സ്വയം ഒരു കോംപ്ലക്സ് കയറും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ കുംഭമേള ഒരു കുംഭം കൊണ്ട് വന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ വരുന്ന ചൊറി, അത്രയേ ഉള്ളൂ. ഇപ്പം അത് ഇനി നമ്മുടെ എച്ച് മുസ്ലിം എന്താ പറയുന്നത് കേൾക്കാം നമുക്ക്. നല്ലൊരു ചോദ്യമാണ്. അതെ, നല്ലൊരു ചോദ്യം. എന്തായാലും ഇങ്ങനെ ഒരു വിഷയം ഇവിടെ വരും എന്നും നമുക്കറിയാം. ഇതിനി കൂടുതൽ ഇതേപോലെ തന്നെ ചൂട് പിടിച്ച ചോദ്യങ്ങളായിട്ടും ചർച്ചയായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതിപ്പോ ഈ ഒരു റമദാന്റെ വിഷയം മാത്രമല്ല, ഇപ്പൊ ഹജ്ജ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണാറുണ്ട് ആളുകൾ അവിടെ തടിച്ചു കൂടുന്നതിനെ കുറിച്ച്, ഇവിടെ പോകുന്നതിനെ കുറിച്ച്, ഇവിടെ ഹജ്ജ് ഹൗസിൽ നടക്കുന്ന വിരുന്നുകളെ കുറിച്ച്, അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച്, അതിന് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതിലൊക്കെ കേരളത്തിന്റെ ഒക്കെ മന്ത്രിമാരാണെങ്കിലും വലിയ താല്പര്യം കാണിക്കുകയും അതിൽ എഫേർട്ട് എടുക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് വിലയിരുത്താൻ വരെ കാരണമാകുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണുമ്പോൾ, ഹജ്ജ് എന്ന് പറയുന്ന ഒരു ചടങ്ങും ആ ഒരു സമ്മേളനവും അതൊരു വലിയ സംഭവവും അത് നല്ലതും, ഇപ്പുറത്ത് വേറൊരു സംഗതി ഇപ്പുറത്ത് നടക്കുമ്പോൾ അത് വലിയ മോശമായ ഒരു സാധനമായിട്ട് ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന് കുറെ കാരണങ്ങൾ പറയുന്നു. അവിടെ പോയി അങ്ങനെയൊക്കെ ഉണ്ടോ ആരിഫേ? എന്തൊക്കെയാ പറയുന്നത്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആകെ എവിടെ 10-25,000 ആൾക്കാർ പോണ വെറും ഒരു ഒരു ചെറിയ സംഭവമല്ലേ. ആകെ 25 ലക്ഷം 30 ലക്ഷം ആൾക്കാർ ഹജ്ജിന് വരുന്നത്. അതിനിവിടെ നമ്മൾ സബ്സിഡി കൊടുക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ലോ അങ്ങോട്ട് പോണത്. വെറുതെ ആണോ? അതുപോലെയാണ് നമ്മുടെ കുംഭമേള. ഈ ഇപ്പോൾ പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ കുംഭമേളക്ക് പ്രധാനമന്ത്രി വരെ വന്ന് തൊഴുതു പോകുന്നു. യോഗി സർക്കാരിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാരായിട്ട് യോഗി സർക്കാർ നമ്മൾ പ്രഖ്യാപിക്കുന്നു. പോരാത്തതിന് അങ്ങോട്ട് ഏത് ട്രെയിൻ പോയാലും ഫ്രീ സർവീസ്. സർക്കാർ 6,000 കോടി 7,000 കോടിയട്ടം മുടക്കിയിട്ട് അവിടെ അത് നടത്തുന്നു.
ഈ ലോകത്തിലെ മൊത്തം 600 കോടി ആൾക്കാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ അങ്ങനെ പുഷ്പം പോലെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞത്. അത്ര സപ്പോർട്ടൊന്നും ഹജ്ജിന് കിട്ടുന്നില്ലെങ്കിൽ ഈ 10-25 ലക്ഷം ആൾക്കാർ വരാനുള്ള അത്ര സപ്പോർട്ടൊക്കെ അവിടെ ഉള്ളൂ. ഈ ഒരു മറ്റേ 140 കോടിയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മൊത്തം ഫണ്ട് അവിടെ ഇട്ട് വലിയ സംഭവമാക്കി നടത്തുന്നതല്ലേ ഹജ്ജ്. പിന്നെ ഈ അതും അല്ല മറ്റേ കുംഭമേള, പിന്നെ അതും ഹജ്ജും ഒക്കെ എന്തിനാ താരതമ്യം ചെയ്യുന്നത്? എനിക്കൊരു ബോധമില്ലേ. പിന്നെ എന്തെങ്കിലും പറയാനുള്ളത് ഞാൻ കേൾക്കട്ടെ. ഗംഗയില് മുങ്ങി കുളിച്ചപ്പോ അതിന്റെ പ്രശ്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഹജ്ജിലും പ്രശ്നമുണ്ട്. ഹജ്ജിലൊക്കെ കാലങ്ങളായിട്ട് അവിടുത്തെ ഈ എന്താണ് വിശുദ്ധ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്ന സംസം വെള്ളം കുടിച്ചിട്ട് കോളറ പിടിച്ചിട്ട് മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഹജ്ജിന്റെ സംസം വെള്ളം പിടിച്ച് കോളറ പിടിച്ച് മരിച്ചോ? എന്ത് എന്റെ പൊന്നാര മോനെ വെടി പൊട്ടിക്കല്ലേ ഇങ്ങനൊന്നും. ലക്ഷക്കണക്കില് ഹജ്ജിന് വന്ന ആൾക്കാർ കോളറ പിടിച്ച് മരിച്ചിരുന്നു. എന്ത് വെടിയൊക്കെ പൊട്ടിക്കുന്നത്? ഈ പറഞ്ഞ വെടി പണ്ട് ബ്രിട്ടൻ ഗവൺമെന്റ് 2011 12 എനിക്ക് ഓർമ്മയില്ല, അന്നായിരുന്നു ഈ ഒരു സംഭവം എടുത്തിട്ട് അലക്കാൻ ട്രൈ ചെയ്തിരുന്നത്. അതായത് ഹജ്ജിന് കൊണ്ടുവന്ന സംസം വെള്ളം കുടിച്ചിട്ട് എന്തോ ഒരു ബാക്ടീരിയ എന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് 2018 ആയതോടുകൂടി അതിന്റെ കംപ്ലീറ്റ് അതിന്റെ തെളിവുകൾ അടക്കം ഈ നമ്മുടെ ബ്രിട്ടീഷ് ഹജ്ജ് കൗൺസിൽ ഉണ്ട്, അവരത് പുറത്തു വിട്ടു. സംസം വെള്ളം കുടിച്ചിട്ട് ആരും കോളറ ഒന്നും മരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. ഇതൊക്കെ കാണണ്ടേ? നമ്മളിങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവിയായിട്ട് ജീവിച്ചാൽ മതി. സംഘികളുടെ കൂട്ടത്തിൽ അതൊക്കെ നടക്കുള്ളൂ. ഞാൻ പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീ പീഡനം നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളെ കയറി പിടിക്കുന്നതും എല്ലാം ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഹജ്ജ് നടക്കുന്ന 10 ദിവസം, ആ ഒരു 10 ദിവസം നമ്മൾ ലോകത്ത് നടക്കുന്ന മൊത്തം ഇതുപോലെയുള്ള സ്ത്രീ അതിക്രമങ്ങൾ, അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് നമ്മൾ ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. ഹീറ്റ് മാപ്പ് ഓഫ് സ്ത്രീ പീഡനം അത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കടും റെഡ് കളറിൽ ലോകത്തെ ഒരു സ്ഥലം അവിടെ ഉണ്ടാവും. ആ സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന മക്കയായിരിക്കും. അതായത് ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സംഗതികൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മക്കയിലാണ്, അത് ഈ ഹജ്ജ് നടക്കുന്ന വേളയിലാണ്. അതിന്റെ ചുറ്റും നടക്കുന്ന ആ സമയത്ത് നമ്മളിവിടെ കണ്ടു, നമ്മളുടെ ഉസ്താദുമാര് പറയുന്നത് നബീസുമാരുടെ വിഷയത്തില് 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച സ്ത്രീകള് ഇതുപോലെ മറ്റേതോ സ്റ്റേറ്റിൽ പോയിട്ട് ഐസ് എറിഞ്ഞ് കളിക്കുന്നത് എന്തോ വലിയ പ്രശ്നമാണെന്നാ പറഞ്ഞത്. അവരൊക്കെ വീടിന്റെ മൂലയിൽ ഇരുന്നാൽ മതി എന്നാ പറയുന്നത്. പക്ഷെ ഇതേ ആളുകളാണ് വീട്ടിലിരിക്കുന്ന മൂലയിലിരിക്കുന്ന അമ്മൂമ്മമാരെയും ഉമ്മൂമ്മമാരെയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ ഉന്തിയും തള്ളി ഹജ്ജിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇതേപോലെ ഈ സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതും കയറി പിടിക്കാൻ വേണ്ടി അവരെ നിർത്തി കൊടുക്കുന്നതും. ഈ ഇന്റലക്ച്വൽ വിഡ്ഢിത്തരം പറയുന്ന അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ചെറ്റത്തരം പറയുമ്പം കൈയടിക്കാൻ സംഖ്യകൾ കാണുമായിരിക്കും. ഈ നമ്മുടെ നാട്ടിലെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ സ്ത്രീകൾ, വയസ്സായ സ്ത്രീകളൊക്കെ കുത്തിപ്പിടിച്ച് കൊണ്ടു കൊടുക്കുന്നത്, ഹജ്ജിന് അവിടെ കൊണ്ടു കൊടുക്കുന്നത് ഈ സ്ത്രീ പീഡകരെ മുന്നോട്ടിട്ട് കൊടുക്കാനാണെന്ന്. നീ പറഞ്ഞ ചെറ്റത്തിൽ എത്ര വലുതാണെന്ന് എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ ആരിഫേ? അങ്ങനെ അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുരുവായൂരും തിരുപ്പതിയും ശബരിമലയും അല്ലെങ്കിൽ വത്തിക്കാനും ഈ പറഞ്ഞ റോമിലും ഈ പറഞ്ഞ സകല വേർഷിപ്പ് സ്ഥലങ്ങളിലേക്കും ആൾക്കാർ പോകുന്നത് പെണ്ണ് പിടിക്കാനും ഏറ്റവും ബേസിക് ജാക്കി വെക്കാനും മറ്റ് പരിപാടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ അതിനെ കേട്ട് നിൽക്കുക? ഒരു പട്ടിക്ക് ട്രെയിനിങ് കൊടുക്കാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആ ഒരു മന്ദബുദ്ധിയായ പട്ടിനോട് നമ്മൾ എന്ത് പറയാൻ ആരിഫേ? മനസ്സിലാവില്ല. പട്ടിക്ക് ഇച്ചിരി ബുദ്ധിയുള്ളൂ. ആ ബുദ്ധിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ പട്ടി അനുസരിക്കും. അതും അല്ലാത്തൊരു മന്ദബുദ്ധി പട്ടിനോട് നമ്മളൊക്കെ എന്ത് പറയാനല്ലേ? എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. അതിനപ്പുറത്തോടെ നിന്നോട് ഇതിന് എക്സ്പ്രഷൻ എനിക്ക് തരാനില്ല. എനിക്ക് കഷ്ടം. ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മതം ഇല്ലാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അത് ഏത് മതം ചെയ്താലും എതിർക്കാന്നുള്ളതാണ് നമ്മളുടെ രീതി. പക്ഷെ ഇവിടെ കാണുന്ന അതല്ല. ഒരു മതം ചെയ്യും, അതാണ് ഈശ്വര വിശ്വാസം കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എന്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതാണ് നമ്മുടെ എച്ച് മുസ്ലിമിന്റെ മെയിൻ ഉദ്ദേശം. പക്ഷെ ഇല്ലാത്ത ഇങ്ങനത്തെ കള്ളക്കട, അതായത് പച്ച കള്ളത്തരം നട്ടാ മുളയ്ക്കാത്ത കള്ളത്തരം ഇതുപോലെ വന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ സംസം വെള്ളം കുടിച്ച് മരിച്ചു എന്ന് പറയുന്നതാണ് നമ്മുടെ യുക്തിവാദം, നമ്മുടെ ആരിഫിന്റെ എക്സ് മുസ്ലിമിന്റെ യുക്തിവാദം. ഈ കുംഭമേളക്ക് തീട്ട വെള്ളത്തിൽ കുളിച്ചതും, അതായത് ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റ്, അതായത് നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വെള്ളം, ആ വെള്ളം ഇവിടെ വരുമ്പോഴേക്കും തൂറിയിട്ടും പാത്തിയിട്ടും മുക്കിയിട്ടും ശവം കൊണ്ട് കുത്തിയിട്ടും നക്കിയിട്ടും എന്തൊക്കെ അതിൽ ചെറ്റത്തരം കാണിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട്
ഏറ്റവും മലിനമായിട്ട് വരുന്ന വെള്ളം അങ്ങ് UP നമ്മുടെ ഈ പറഞ്ഞ പ്രയാഗ്രാജിൽ എത്തുമ്പോഴേക്കും അത്രയും മലിനമായ വെള്ളത്തിൽ, തീട്ട വെള്ളത്തിൽ കുളിച്ച ആൾക്കാരെ കുറ്റം പറയാൻ നമ്മുടെ മുസ്ലിമിനൊന്നും ഇല്ല. അത് വരുമ്പോൾ നമ്മൾ സംഖ്യയായി പോവും. നമ്മൾ ആ സമയത്ത് മുഷങ്കിയായി മാറും. അതുവരെ നമ്മൾ മുസ്ലിം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുസങ്കിയായിട്ട് മാറും. അതുവരെയുള്ളൂ നമ്മുടെ ഈ യുക്തിവാദമൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സംഖ്യവാദം മാത്രമായിട്ട് മാറും. ബാക്കി പറ കേട്ടെ. അത് വലിയ മോശം. ഇപ്പുറത്ത് വേറൊരു മതം ചെയ്യുമ്പോൾ അത് വലിയ സംഭവമായിട്ട് മാറുന്നു. ഇനിയിപ്പോ നോമ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നോമ്പില് കുട്ടികളെ കൊണ്ട് വരെ നോമ്പെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശൂലം കുട്ടികളുടെ മേത്ത് കുത്തി ഇറക്കുമ്പോ, അതല്ലെങ്കിൽ അവരെ കൊണ്ട് ഗരുഡൻ തൂക്കം നടത്തുമ്പോ, അല്ലെങ്കിൽ തീയുടെ മുകളിൽ കൂടെ നടത്തുമ്പോ, അതൊക്കെ നമ്മൾ വലിയ തോതിൽ എതിർക്കും. ഞാൻ പറയുന്നു അതിനേക്കാൾ അപകടമാണ് ഈ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം അത് ഇപ്പൊ തീയുടെ മുകളിൽ കൂടെ നടത്തുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാനും ചില കുട്ടികളെ നടത്തുന്നുള്ളൂ. അതല്ലെങ്കിൽ ശൂലം കുത്തി ഇറക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം കുട്ടികൾ എടുക്കുന്ന പോലെ നമ്മൾ ഹിന്ദു കുട്ടികൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളുടെ കൗളിൽ കൂടെ ശൂലം കുത്തി ഇറക്കുന്നുണ്ട്. എന്നാലും അത് പാടില്ല എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ നോമ്പെടുക്കുന്ന ഒരു വേളയില് ചെറിയ കുട്ടികളെ വീട്ടില്, അത് എല്ലാ മുസ്ലിം വീട്ടിലും ഓൾമോസ്റ്റ് ഒരു 50% മുസ്ലിം വീടുകളിൽ നടക്കുന്ന കാര്യമാണ് കുട്ടികളെ കൊണ്ട് നോമ്പെടുക്കുക എന്ന് പറയുന്ന ഒരു വിഷയം. എന്തിനാണ് ആരിഫെ കളവ് ഇങ്ങനെ പറയുന്നത്? എൻ്റെ വീട്ടിൽ ചെയ്തോന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ടൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ തള്ളിയും തന്തിയും നോമ്പ് എപ്പോൾ എടുപ്പിച്ച് നിൽക്കുക എൻ്റെ ഓർമ്മയിൽ. എനിക്കും ആയുടെ 10-35 വയസ്സൊക്കെ. ഞാൻ കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സമൂഹത്തിൽ. ചെറിയ മക്കളോടൊന്നും ആരും നോമ്പെടുപ്പിക്കാറില്ലടാ പൊട്ട. ഈ ഏത് മുസ്ലിം? എനിക്ക് ഇപ്പോഴും മനസ്സിലാവും. നീ മുസ്ലിം മുമ്പ് ഏത് മുസ്ലിം ആയിരുന്നു? നിന്നെ ആരോ പറ്റിച്ചോ? ഈ ശരിക്കും മുസ്ലിം മതത്തിനാണോ ജനിച്ചതൊക്കെ? അറിയാത്തോണ്ട് ചോദിക്കുക. എൻ്റെ വീട്ടിലൊന്നും ആരും നിർബന്ധിക്കാറില്ലടാ. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ, ഞാൻ 5ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ എത്തില്ല, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ എടുത്തോ, അല്ലേ എടുക്കണ്ട. വയ്യ എന്നാൽ വെള്ളം കുടിക്കുക, എന്തും കഴിക്കുക. അല്ലാണ്ട് മുസ്ലിങ്ങൾ ചെറിയ മക്കളൊന്നും കൊണ്ട് നോമ്പ് എടുപ്പിച്ചിട്ടില്ലടാ നാറി. വെറുതെ ചെറ്റത്തരം പറയില്ല ആരിഫെ പ്ലീസ്. വെറുതെ ഈ വായ്ത്താൽ അടിക്കാൻ നിൽക്കല്ലേ പ്ലീസ്. പിന്നെ ശൂലം കുത്തുന്നത് ഇപ്പോൾ പോട്ടെ, വലിയ ആൾക്കാരെ വരെ ശൂലം കുത്താൻ അവർക്ക് ഇഷ്ടമല്ല. പിന്നെ നേർച്ച അതെന്നും പറയാണ്ട് കുത്തി കയറ്റല ചെറിയ മക്കളൊക്കെ. അമ്മ കൊടുത്ത നേർച്ച, അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത നേർച്ച, അല്ലെങ്കിൽ മുത്തച്ഛൻ കൊടുത്ത നേർച്ചൻ്റെ പേരിലൊക്കെ ശൂലം കുത്തുന്നത്. ശൂലം കുത്തി ബ്ലഡ് പോകുന്നതും കനലിൻ്റെ മേൽ കൂടെ നടന്ന് പൊള്ളി എങ്ങാനും തടഞ്ഞ് അതിൽ വീണങ്ങോട്ട് ചത്താലൊന്നും ഒരു പ്രശ്നമില്ല. ഇച്ചിരി നേരം പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ ഒരു നിർബന്ധിക്കാത്ത ഒരാൾ നോമ്പ് നോറ്റ് അവൻ ഇച്ചിരി പട്ടിണി കിടന്ന് ഒരു രക്ഷയിലെ വെള്ളം കുടിക്കുക, അതാണോ എൻ്റെ ഒക്കെ വലിയ അപരാധങ്ങളായിട്ട് നീ കാണുന്നത്? എന്ത് മരവാഴടോ ഇതൊക്കെ? എങ്ങനെ ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? കനലിൽ കൂടെ നടന്ന് അതിൽ കിടന്ന് വെന്തൊരുക്കി ചത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ നോമ്പ് നോൽക്കുന്നത് വലിയ മഹാ അപരാധനൊക്കെ അല്ലേ? കൊള്ളാം. എനിക്ക് കുറെ ഉണ്ടാക്കും ഇങ്ങനെയാണെങ്കിൽ. നമ്മളിവിടെ പ്രശ്നം നടക്കുന്നു, കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. കഴിഞ്ഞ ഹജ്ജിന് നമ്മൾ കണ്ടത് എന്താണ്? അവിടെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താ അത്? അതായത് ഹീറ്റ് വേവ്. അവിടെ 40 ഡിഗ്രിയുടെ മേലെയായിരുന്നു അവിടെ ചൂടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആളുകൾ മരിച്ചു വീണിട്ട് അവരുടെ ശവശരീരം പെറുക്കിയെടുക്കാൻ പോലും ആളില്ലാതെ വഴിയിൽ ഇങ്ങനെ കിടക്കുക. ഇതിന്റെ വീഡിയോ ഇവിടെ പ്രചരിച്ചിരുന്നു. ആളുകൾ പറയുന്നത് എന്താണ് ഇത് ഈ കാണിക്കുന്നത്? ഇങ്ങനെ നമ്മളുടെ ശവശരീരത്തെ ഇതുപോലെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും വീഡിയോ ഇറക്കുകയും അതിന്റെ ആ ഒരു ചിത്രം നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്ക് അറിയാം, ഒരാൾ മരിച്ചു വീണ് കഴിയുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചത് ഇങ്ങനെ ചെതറിക്കിടക്കുന്നത് കണ്ടാൽ നമുക്കത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ ഇത് അതുപോലും കാണാത്ത രീതിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മരിച്ചു വീണത്. എന്താണ് ആരിഫെ, ഹീറ്റ് വേവ് കൊണ്ട് മക്കത്ത് മരിച്ചു കിടന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹീറ്റ് വേവ് കൊണ്ടിട്ട് ചൂടായി കിടന്ന ആൾക്കാരെ വളരെ വ്യക്തമായിട്ട് അവിടുന്ന് വേണ്ട പോലെ എംബാലൻസ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊന്നുമില്ല, കുറച്ച് പേരെ. അതിന് കണക്കുണ്ട്, ഇത്ര ആൾക്കാരാണ് മരിച്ചത്. ആ ബാക്കിയുള്ള ആൾക്കാർ അവിടുത്തെ ഹോസ്പിറ്റൽസ് വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തിട്ട് ഒരു 1000 വീഡിയോ ഉണ്ട്. ഈ മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം മാത്രമേ കാണൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ പരിപാടി നിർത്ത്. പക്ഷെ കുംഭമേളക്ക് തിക്കിലും തിരക്കിലും പെട്ട ആൾക്കാർ എത്ര എണ്ണം ചത്ത അവിടെ ഒടുങ്ങി എന്നുള്ളതിന് ഒരു കണക്ക് തരെ പുറത്ത് വിട്ടിട്ടില്ല. എന്തേ വിടാഞ്ഞത്? വിടൂല. അതാണ്, വിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ. കുംഭമേള പൂം എന്ന് പറഞ്ഞ് പൊട്ടിയില്ലേ. അപ്പോൾ നമ്മളത് വിടാൻ പാടില്ല, വിടരുത്. അവിടെ തീപിടുത്തത്തിൽ എത്ര ആൾ മരിച്ച്, അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും ആളെത്ര നമ്മൾ സമ്മതിക്കൂല. നമ്മൾ 50 കോടി ആൾക്കാരെ അവിടെ എടുത്തതാണ്. ഒരു സൗകര്യങ്ങളും ഇല്ലാണ്ട് തീട്ടക്കുഴിയിലേക്ക് നമ്മൾ 50 കോടി ആൾക്കാരെ എടുത്തതാണ്.
അപ്പം നമ്മൾ അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും പുറത്ത് കാണിക്കില്ല. ഹജ്ജിന് ചെന്ന ആൾക്കാർ വിത്ത് പാസ്പോർട്ട് വിത്ത് കംപ്ലീറ്റ് ഡാറ്റ ആയിട്ട് അവിടെ ചെന്ന ആൾക്കാർ എത്ര പേര് അവിടെ എത്തി, ഇനി വല്ല ഹീറ്റ് വേവ് ഉണ്ടായിട്ട് എത്ര പേര് മരിച്ചു, അവർ എത്ര പേര് നാട്ടിലോട്ട് വന്നു, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന പണ്ട് കാശിക്ക് പോകുന്നവരായിരുന്നു, അവിടെ ചെന്ന് മരിക്കണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കബറടക്കണം എന്ന് എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹം. അങ്ങനെ എത്ര പേര് അവിടെ കബറടക്കി, എത്ര പേര് തിരിച്ചു കൊണ്ടുവന്ന് എന്നുള്ളതെല്ലാം ഇന്ത്യൻ എംബസി വരെ ഉണ്ടായ പൊട്ട ഇതിന് എല്ലാ എംബസികളും ഉണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ എംബസി ഇതിൽ അറ്റാച്ച്ഡ് ആണ്, ഫോറിൻ അഫയേഴ്സ് ഇതിന് അറ്റാച്ച്ഡ് ആണ്. ആരൊക്കെ പോയി, ആരൊക്കെ മരിച്ചു, ആരൊക്കെ തിരിച്ചു എന്നുള്ള കണക്കുണ്ട്. അല്ലാണ്ട് പ്രയാഗ്രാജിൽ പോയിട്ട് മുങ്ങിച്ചത്തവരെയും അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് ചത്തവരുടെയും കണക്ക് ഒരു ഉപ്പിയും അല്ലെങ്കിൽ യോഗി ഒരു ഈവൻ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി പോലും എടുക്കാൻ പറ്റില്ല. കണക്കില്ലാണ്ടാ കയറിപ്പോയത് ആൾക്കാർ അല്ലേ. പിന്നെ വെറുതെ തള്ളാൻ നിൽക്കല്ലേ പ്ലീസ്. എവിടെയെങ്കിലും അതൊരു പ്രശ്നമായിട്ട് കണ്ടോ? പക്ഷെ ഏതായാലും കുറെ ആളുകളൊക്കെ പറഞ്ഞു സൗദി ഗവൺമെന്റ് ഇത് വേണ്ട പോലെ ചെയ്യാത്തതിന്റെ ഉള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. പക്ഷെ നമ്മൾ പറയുന്നത് ഇത് ഇതുപോലെ ഒരു കാലഘട്ടമാണെന്നും ഇങ്ങനെ ഒരു വിപരീതമായ ഒരു കാലാവസ്ഥ ഉള്ളപ്പോ ഇങ്ങനെ പോയി നിങ്ങൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് വേവ് ഉണ്ടാവുമ്പോൾ അവിടെ നിങ്ങൾക്ക് സൂര്യതാപമേക്കും, നിങ്ങൾ മരിച്ചു വീഴും എന്നുള്ളതിന് റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. 10ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ് മതി. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മുൻകരുതൽ എടുത്താൽ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇതുപോലെ മരിച്ചു വീഴുന്നു. ഒരു കാരണവശാലും അവർ അങ്ങനെ പോയി നിൽക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അതായത് ഇസ്ലാം വരുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന അവിടുത്തെ പാഗൻ ബഹുദൈവ ആരാധകരുടെ ആരാധന അതേപോലെ കോപ്പി അടിച്ചതാണ് ഈ പറയുന്ന ഹജ്ജ് എന്ന് പറയുന്നത്. അത് ജൂതന്മാരുടെയാണ് എല്ലാം കോപ്പി അടിച്ചെന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. ജൂതന്മാരുടെ മാത്രമൊന്നുമല്ല, സൊറാസ്ട്രിയൻസിന്റെയാണ് നിസ്കാരം, സൊറാസ്ട്രിയൻസിന്റെയാണ് ബാങ്കുവിളി, ജൂതന്മാർക്കും ഉണ്ട് ബാങ്കുവിളി. ഈ പറയുന്ന സൊറാസ്ട്രിയൻസിന്റെയാണ് ആകാശത്തേക്ക് പറന്നുപോയ കഥയുള്ളത്. ഇതുപോലെ പാഗൻസിന്റെയാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല മതങ്ങളിൽ നിന്ന് ചുരണ്ടി എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതമാണ്. അപ്പൊ ആ ഒരു എന്റെ പൊന്നാരിഫെ എനിക്കിപ്പോഴും പൊട്ടനാണോ എനിക്ക് മനസ്സിലായി. പാഗൻസ് ആണെങ്കിലും തൊറാസിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ജൂതമതം ഇതിൻ്റെ ഒക്കെ മുമ്പ് ഈ പറഞ്ഞ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനായിട്ടാണ് മുസ്ലിങ്ങൾ കരുതുന്നത് അല്ലേ. അതിൻ്റെ മുമ്പ് കുറേ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പല രീതിയിലുള്ള പല കാര്യങ്ങളും ദൈവദൂതുമായിട്ട് പുറത്തു വന്ന് പലതും ഇവിടെ പഠിപ്പിച്ചു. അത് പഠിക്കാത്ത പല ആൾക്കാരും അതിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പല കാര്യത്തിലേക്കും പോയി. അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രവാചകന്മാരും വന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഹജ്ജ് ഉണ്ടായത് പാഗൻസ് കൊണ്ടുവന്നതാണെങ്കിലും നിസ്കാരം ഉണ്ടായത് മറ്റുള്ളവർ കൊണ്ടുവന്നതാണെങ്കിലും അതിന് മുമ്പ് ഈ പറഞ്ഞ എടാ പൊട്ട നമ്മൾ ഈ ഹജ്ജിന് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു തീർത്ഥ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് മരിച്ചു വരണേ അങ്ങനെയായിരുന്നു നമ്മുടെ നെയ്യത്ത് പണ്ട് വെക്കാറ്. ഹജ്ജിന് നെയ്യത്ത് വെച്ച് പോകുന്ന ഒരാൾ തിരിച്ചു വരണേ നെയ്യത്ത് വെക്കാറില്ല. അവിടെ ചെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സ്വർഗം കിട്ടണം, ഈ രീതിയിലാണ് നെയ്യത്ത് വെക്കാറ്. കാശിയിലേക്കും രാമേശ്വരത്തൊക്കെ ഇവിടുന്ന് വയസ്സന്മാർ പോകുന്നത് എന്താ? അവിടെ ചെന്ന് മരിക്കണേ, പുണ്യസ്ഥലത്ത് നിന്ന് മരിക്കണേ. ഇതൊക്കെ എല്ലാ മതത്തിലും ഉണ്ട്. ഈ പറഞ്ഞ മുസ്ലിമിൽ മാത്രം മുസ്ലിം കോപ്പി അടിച്ചെന്നല്ല. അങ്ങനെ നീ ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ നിൽക്കല്ലേ പൊട്ടാ. കുട്ടികളുടെ ചേലാകർമ്മം അത് മറ്റൊരു വിഷയമാണ്. കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അഗ്നിയുടെ മുകളിൽ കൂടെ നടത്തി പരിക്ക് പറ്റുന്നതും അതല്ലെങ്കിൽ ശൂലം കുത്തി ഇറക്കിയിട്ട് പരിക്ക് പറ്റുന്നതും കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. അതേസമയം ഈ ചേലാകർമ്മം നടത്തിയിട്ട് കുട്ടികൾ മരിച്ചു പോകുന്നു. എൻ്റെ പൊന്നാരിഫേ, ഈ നായ്ക്ക് 40 വട്ടം എന്ന് പറഞ്ഞ പോലെ നീ സുന തെറ്റിയ കാര്യം നീ സംസാരിക്കാറ്. നീ വല്ല പ്ലാസ്റ്റിക് സർജറി നോക്ക്, നിന്റെ ചെത്തി അവിടെ വല്ല ഇറച്ചി കഷ്ണം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുക. ഇനി അതില്ലായിട്ട് എനിക്ക് വിഷമം വേണ്ട, അതില്ലായിട്ട് സുഖമൊന്നും കിട്ടുന്നില്ല എനിക്ക്. ഇനി അതുകൊണ്ടാണോ ഇത്രയും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത്? ഈ സുന ചെത്തിയത് കൊണ്ട് സുഖം കിട്ടാത്തതുകൊണ്ടാണോ? എനിക്ക് എന്താ അത്ര സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിനക്കെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ ഈ പറഞ്ഞ ഹോസ്പിറ്റൽസും കാര്യങ്ങളും സുന ചെത്താൻ നീ ഇപ്പോൾ പറഞ്ഞ ഉസ്താദ് ഒസ്സാം വന്ന് ചെത്തുന്ന കാര്യം നീ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ 19 കൊല്ലമായിട്ടുള്ള സുന ചെത്താൻ തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പ് ഈ പറഞ്ഞ 1400 കൊല്ലത്തോളം ഈ പറഞ്ഞ സുന ചെത്തിയത് ഈ ഒസാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയി. എന്നിട്ട് സുന ചെത്തിയിട്ട് ആരും മരിച്ചു എന്നുള്ളത് ഞാൻ തിരെ കിട്ടില്ല. ഒക്കെ പോട്ടെ, ഈ അന്നെ എടുത്തോ, എൻ്റെ വാപ്പി, എൻ്റെ വല്യാപ്പി, എൻ്റെ വല്യാപ്പൻ്റെ വാപ്പി എടുത്തോ, എൻ്റെ അമ്മമാർ, എൻ്റെ മൊത്തം ആൾക്കാരെടുത്തോ. ഇവർക്കൊക്കെ സുന ചെത്തിയിട്ട് ഇവരാരും മരിച്ചോ? ഇവർക്കാർക്കും വല്ല പ്രശ്നം ഉണ്ടാകും? എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും തല നരച്ച ആൾക്കാർക്ക് ഒസാം വന്ന് സുന ചെത്തിയത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടായോ? ഉണ്ടോ? ഒരാളെ പേര് നിനക്ക് പറയാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ? ഈ പുറത്തോട്ടൊന്നും പോകണം, എൻ്റെ കുടുംബത്തിൽ ഒരാളെ പേര് നിനക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൽ സുന ചെത്തിയ വർത്താനം ഇവിടെ വന്ന് പറയാൻ നിൽക്കല്ലേ പ്ലീസ്. സുന ചെത്തുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സുന ചെത്തിയോണ്ട് ആർക്കൊന്നും പറ്റില്ല. പക്ഷേ സുന ചെത്താതിരുന്നിട്ട് പല തരത്തിലുള്ള ഇൻഫെക്ഷൻ ആയിട്ടും അതായിട്ടും ഇതായിട്ടും വന്നിട്ട് ഇപ്പം പല ഡോക്ടർമാരും പല ആൾക്കാരോടും നിങ്ങളെ സുന ചെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതല്ലാണ്ട് സുന ചെത്തിയ ആൾക്കാരുണ്ട്, ഓ സുന ചെത്തി, നിങ്ങളുടെ ചെറുപ്പത്തിൽ സുന ചെത്തിയത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ പ്രശ്നം ഉണ്ടെന്ന് ഒരു മനുഷ്യനും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഒരു ഡാഷ് സ്റ്റേഡിയം ഈ നാട്ടിലുണ്ടായിട്ടുമില്ല. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കടോ പൊട്ടത്തരം പറയാണ്ടിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഏത് നേരം ഇമ്മാതിരി വർത്താനല്ലാണ്ട് അങ്ങ് വേറെ വല്ലതും പറയണ്ടെങ്കിൽ